ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലത്തെ വീഡിയോയും കൂടെ ചേർത്ത് ഈ കൂട്ടത്തിൽ കാണേണ്ടതാണ്. ഒരു വചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, നിൻ്റെ സഹോദരനായ അഹറോൻ നിനക്ക് പ്രവാചകൻ ആയിരിക്കും. അതായത് തൻ്റെ ജനമായ ഇസ്രയേലിനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം അവിടുത്തെ ജലം രക്തമാക്കി എന്നാണ് നമ്മൾ ഈ ആദ്യത്തെ ബാധയിൽ നിന്ന് മനസ്സിലാക്കിയത്. മോശയുടെ വടി നദിയിലടിച്ചു, നദിയിലെ വെള്ളം മുഴുവൻ രക്തമായി. തോടിലും സംഭരണികളിലും കൽഭരണികളിലും മരത്തൊട്ടികളിലും ഉണ്ടായിരുന്നത് മുഴുവൻ അഹറോൻ ആ വടിയെടുത്തൊന്ന് നീട്ടി, അവിടെയും മുഴുവൻ രക്തമായി. അങ്ങനെ ആ ബാധ, ഈ രക്തം അവിടെയെല്ലാം അഴുകി ഭയങ്കരമായ ദുർഗന്ധം, ചില ബൈബിളിൽ നാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അവിടുത്തെ ദൈവം, ഈജിപ്തിലെ ദൈവം, രാജാവും ദൈവവും ഫറവോനാണ്. ഈ ഫറവോൻ്റെ അടുത്തേക്ക് ദൈവം ഈ ബാധ അയച്ചപ്പോൾ ഫറവോൻ്റെ മന്ത്രവാദികളും വന്ന് അവിടുത്തെ ജലം മുഴുവൻ രക്തമാക്കി മാറ്റി. നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരാഴ്ചക്കിടയിലാണ് ഈ മോശ പോയി ജലം രക്തമാക്കിയതും ഫറവോൻ്റെ മന്ത്രവാദികൾ ജലം രക്തമാക്കിയതും. അപ്പോൾ ഇതിനകത്തൊരു സ്വാഭാവികമായ ഒരു ചിന്ത എവിടെ ഉണ്ടായി? ഇതിൽ യഹോവയാണോ വലുത്, ഫറവോനാണോ വലുത്? ഫറവോൻ ജനത്തിൻ്റെ മുമ്പിൽ, ഈജിപ്തുകാരുടെ മുമ്പിൽ ദൈവമായിട്ട് നിൽക്കുക. സ്വാഭാവികമായി ജനത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫറവോ തന്നെ ആയിരിക്കും വലുത്. കാരണം അവൻ രാജാവാണ്, അവന് രാജ്ഞിയുണ്ട്, അവന് സൈന്യമുണ്ട്, സമ്പത്തുണ്ട്, സെറ്റപ്പുണ്ട്, അവൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്നും അതുതന്നെയാണ് പല സഭകളിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെക്കാളും അധികമായിട്ട് ശുശ്രൂഷകർ വലുതാകുന്നതിൻ്റെ കാരണം ഈ ദൈവത്തെ ഉദ്ദേശിക്കുന്ന പോലെ എപ്പോഴും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ദൈവത്തെ ഉദ്ദേശിക്കുന്നത് പോലെ ദൈവത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ശുശ്രൂഷകൻ്റെ കയ്യിൽ ഗ്ലാമറുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സെറ്റപ്പുണ്ട്, സംവിധാനങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, സുഖലോലുപതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടെ ചെറിയ ചെറിയ അത്ഭുതങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫറവോൻ്റെ മന്ത്രവാദികളുടെയിലും അത്ഭുതം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ അച്ചായൻ, ഞങ്ങളുടെ വാസ്റ്റർ, ഞങ്ങളുടെ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്ക് അന്തനുള്ളതുപോലെ തന്നെ സഭാവിശ്വാസികൾക്കകത്ത് വെറും അന്തം അടിമ വിശ്വാസികളുണ്ട്. അപ്പോൾ അവർക്ക് ദൈവത്തെക്കാൾ അധികം ശുശ്രൂഷകനായി മാറുന്നത് ഇന്ന് തുടങ്ങിയതല്ല, ഫറവോൻ്റെ കാലത്തും ഒക്കെ അതുതന്നെയായിരുന്നു. ഇനി നമ്മുടെ ജീവിതത്തിലോട്ട് വന്നാൽ ഈ ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ലോകമാണ്. ഫറവോൻ എന്ന് പറയുന്നത് സാത്താനാണ്. ഫറവോൻ എന്ന് പറയുന്നത് സാത്താനാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ ദൈവം എന്നന്ന് പറഞ്ഞത് ഫറവോനെയാണെങ്കിൽ ഇന്ന് ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ. അപ്പം ദൈവം സാമ്പത്തിക മേഖലയിൽ ഒരടി അടിച്ചു. ഈജിപ്തിലെ കാര്യമാണ് പറയുന്നത്. അടി നൈൽ നദിക്കിട്ടാണ് കൊടുത്തത്. വെള്ളം രക്തമായി, സകല വെള്ളവും രക്തമായി. ഒരടി ദൈവം അടിച്ചു. ദൈവത്തിന് വല്ലതും പറ്റിയോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഒരു കുഴപ്പവും പറ്റിയില്ല. ദൈവത്തിന് ഒരു കുഴപ്പം ഒരിക്കലും പറ്റുകയില്ല. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ ദൈവം ഒരടി അടിച്ചപ്പം അടിച്ചവനൊന്നും പറ്റിയില്ല. ഉദാഹരണം പറയുക, ദൈവം സമ്പത്തിനെ ഒന്നടിച്ചു. നമ്മൾ ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ദൈവം ഒരുത്തൻ്റെ ജീവിതത്തിൽ സമ്പത്തിനെ ഒന്നടിച്ചു. അടി കൊണ്ടവൻ ബ്ലേഡ് എടുത്തു. ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ബ്ലേഡ് എടുത്തു. പിന്നെ ബ്ലേഡ് കൊടുക്കാൻ വേണ്ടി പലിശക്കെടുത്തു. പിന്നെ പലിശ കൊടുക്കാൻ വേണ്ടി ബ്ലേഡ് എടുത്തു. അപ്പോൾ തിരിച്ചും മറിച്ചും എടുത്ത് അവസാനം കടം കണ്ടാനമായി. ഇത് തന്നെയാണ് അവിടെ പറഞ്ഞത്. ദൈവം ഒരടി മോശയിലൂടെ കൊടുത്തു സാമ്പത്തിക മേഖലയിൽ. ഫറവോൻ്റെ മന്ത്രവാദികൾ വന്ന് തെരുന്നടിച്ചു. നഷ്ടം ഫറവോന് മാത്രമാണ്. അവൻ്റെ മന്ത്രവാദികൾ എന്നാ മണ്ടന്മാരായിട്ടാണ് അവൻ്റെ നാട്ടിൽ തന്നെ ഉള്ള വെള്ളം പിന്നെ രക്തമാക്കിയത്. അത് അവൻ ദൈവമാണെന്ന് തെളിയിക്കേണ്ട ഒരാവശ്യവും കൂടെ ഈ ഫറവോൻ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്. ഫറവോൻ അതിന് അനുവാദവും കൊടുത്തത്. ഇച്ചിരി നാറിയാലും ഞാൻ ദൈവമാണെന്ന് തെളിയണം. ഇപ്പം നമ്മൾ നോക്കി ഇന്നത്തെ നമ്മുടെ സഭകളിലൊക്കെ പല സഭകളിലും ഈ ശുശ്രൂഷകർ നാറുക. നാറിയാലും വേണ്ടുകയല്ല, ഞാൻ ദൈവമാണെന്ന് തെളിയിക്കണം. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ദൈവത്തിൻ്റെ സ്വരം റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്ന ഒരുത്തൻ. എന്തുമാത്രം ട്രോളുകളാണ് ലാസ്റ്റ് ഇറങ്ങിയത്. കുറേയൊക്കെ ന്യായീകരിച്ച് മെഴുകി നോക്കി, കിട്ടാതെ വന്നപ്പോൾ പിന്നെ പുറകോട്ട് പോയി. അതുപോലെ തന്നെ എന്തുമാത്രം നാറ്റക്കേസാണ് ഉണ്ടാക്കി വെക്കുന്നത്. ആർക്കാ പോകുന്നത്? ദൈവത്തിന് വല്ലതും പോവുമോ? ദൈവത്തിനൊന്നും പോവുകയില്ല. ഇനി അതിനകത്ത് വേറൊന്നുകൂടെ പറയാം. സാധാരണ ഈ വാഹനങ്ങളുള്ളവർ എന്തെങ്കിലും പൊളിവെന്ന് തോന്നിയാൽ 2 എണ്ണം കൂടെ പിന്നെ മേടിക്കും. അവസാനം വന്നു കഴിയുമ്പം ഒന്നുമില്ലെന്നാകും. വാഹന മേഖലയിലൊക്കെ പൊളിയുന്നവർ അങ്ങനെയാണ് പൊളിയുന്നത്. ഒരു വണ്ടി 10 വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് 3 എണ്ണം ഇടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പെട്ടെന്ന് കയറ്റിയിടാനുള്ളത് അത് കയറ്റിയിടുകയില്ല, വേറെ 4 എണ്ണം കൂടെ വാടകയ്ക്ക് എടുത്തിറക്കും. ഇനി ഇച്ചിരൂടെ മനസ്സിലാകുന്ന ഏറ്റവും ലളിതമായ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഒരു നുണ നിലനിർത്താൻ വേണ്ടി 9 നുണ പറയും. ഒരു നുണ ശരിയാണെന്ന് നിലനിർത്താൻ വേണ്ടി 9 നുണ പറയും. അവസാനം ഇതെല്ലാം പൊളിയും. കണ്ടോ? ദൈവം ഒരടി അടിക്കുമ്പം അവിടെ മാനസാന്തരപ്പെട്ടാൽ മതി. മാനസാന്തരപ്പെടാതെ അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ തന്നെ സാമ്പത്തിക മേഖലയിലാണെങ്കിൽ ദൈവം ഒന്നടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യം മനസ്സിലാകാൻ വിശ്വാസിക്ക് പറ്റിയാൽ, അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ശുശ്രൂഷകന് വെളിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കി കൊടുത്താൽ അതനുസരിക്കുന്ന രീതിയിലാണ് വിശ്വാസികളെ വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ വചനം പറയുന്നതും ശുശ്രൂഷകൻ പറയുന്നതും ഒന്ന് തന്നെയാണല്ലേ വിശ്വാസികൾ അനുസരിക്കുകയുള്ളൂ. ഊഹം വെച്ച് പറഞ്ഞാൽ അവരനുസരിക്കില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ് കിടക്കുന്നത്. 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നത്, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ ആരിൽ നിന്നും നീ കടം വാങ്ങുകയില്ല, യഹോവ നിന്നെ വാലല്ല തലയാക്കും. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ശകലം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്നാ കടം മേടിക്കുന്നത് എന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. പക്ഷേ അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, യഹോവ നിന്നെ വാലല്ല തലയാക്കും എന്നുള്ളത് എപ്പോഴാണെന്നും കൂടെ ഉണ്ട്. അതിന് ആ ആവർത്തന പുസ്തകം 28-ൻ്റെ 1-ാമത്തെ വാക്യം അല്ലെ 2-ാമത്തെ വാക്യമൊക്കെ അതിൻ്റെ വ്യവസ്ഥകൾ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണമായി അനുസരിക്കുകയും ഇന്ന് ഞാൻ നിനക്ക് തരുന്ന കൽപ്പനകൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്താൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. നിൻ്റെ ദൈവമായ യഹോവയെ നീ അനുസരിക്കുമെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ നിൻ്റെ മേൽ വരികയും നിന്നെ പിന്തുടരുകയും ചെയ്യും. ഈ 2 കാര്യങ്ങൾ ആണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇനി ഈ ആവർത്തന പുസ്തകം എന്നൊക്കെ പറയുന്നത് ഈ പുറപ്പാടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇനി പുറപ്പാട് പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 21-22 വാക്യങ്ങൾ, 21-22 വാക്യങ്ങൾ യഹോവ ഇവരോട് പറഞ്ഞത്, നിങ്ങൾ വിട്ടുപോരുമ്പോൾ, ഈജിപ്തിൽ നിന്ന് വിട്ടുപോരുന്ന കാര്യമാണ്, നിങ്ങൾ വിട്ടുപോരുമ്പോൾ വെറും കയ്യോടെ പോകാതിരിക്കേണ്ടതിന് ഞാൻ ഈജിപ്തുകാരിൽ നിന്ന് നിങ്ങളുടെ നേർക്ക് അനുകൂല മനോഭാവം ഉണ്ടാക്കും. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ സ്ത്രീയോടും വെള്ളിയും പൊന്നുകൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ആവശ്യപ്പെടണം. അവ നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കേണ്ടതാകുന്നു. അതായത് ഈജിപ്തിൽ നിന്ന് പോരുന്നതിനിപ്പുറം അവരോട് ചോദിക്കണം. അവരുടെ ഹൃദയത്തെ ഞാൻ അനുകൂലമാക്കി തരും, അവർ നിങ്ങൾക്ക് തരും. ഈ പുറപ്പാടിൻ്റെ സമയത്ത് ഈ കടിഞ്ഞൂൽ സന്തതികളെ ഒക്കെ വധിച്ച അന്ന് ഈ ഇസ്രായേൽ ജനം ചെന്ന് തങ്ങളുടെ യജമാനന്മാരായ ആളുകളോട്, ആ ഈജിപ്തുകാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം പറഞ്ഞതനുസരിച്ച് വെള്ളിയും പൊന്നും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ആവശ്യപ്പെടണം. വേണ്ടവൻ ആവശ്യപ്പെടണം. ദൂരെ മാറിയിരുന്ന് അസൂയപ്പെടണമെന്നല്ല, വേണ്ടവൻ ആവശ്യപ്പെടണം. അത് ദൈവം പറയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ പണം അതാ. ഈ ജനം പിന്നീട് മരുഭൂമിയിലൊക്കെ ഇവർ പോരുമ്പം ഇവർക്ക് വലിയ സമ്പത്തുണ്ട്, എന്നാൽ പിന്നീട് ഇവർക്കൊരു തകർച്ചയുണ്ട്. എന്നാൽ വന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരാരാണ് എന്ന് ചോദിച്ചാൽ ഈ ജനമാണ്. ആവർത്തന പുസ്തകം 28-12 പറയുന്നത്, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്തെന്നാൽ നീ ആരിൽ നിന്നും കടം വാങ്ങിയില്ല, യഹോവ നിന്നെ വാലല്ല തലയാക്കും. നമ്മൾ ഇന്നത്തെ യഹൂദന്മാരുടെ ഒരവസ്ഥ വെച്ച് നോക്കിയാൽ ലോകത്തിലുള്ള സകല ബാങ്കുകളുടെയും പുറകിലുള്ള കൈകൾ യഹൂദന്മാരുടെയാണ്. ലോകത്തിലുള്ള സകല ബാങ്കുകളുടെയും അടിസ്ഥാന പണം യഹൂദൻ്റെയാണ്. ലോകത്തിലുള്ള വലിയ ഫാക്ടറികൾ, കണ്ടുപിടുത്തങ്ങൾ എല്ലാം തന്നെ യഹൂദൻ്റെയാണ്.
ഇനി തന്നെയുമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹമാസുമായിട്ടൊക്കെ ഇപ്പോൾ എത്ര കാലമായിട്ട് യുദ്ധമാണ്, എന്നും യുദ്ധമാണ്, എങ്ങോട്ടേലും ഓരോരുത്തരുമായിട്ട്. പക്ഷേ ആ രാജ്യത്തിന് സാമ്പത്തികമായി ഒരു പ്രശ്നവുമില്ല. ഇന്ത്യയൊക്കെ അതുപോലെ യുദ്ധം ചെയ്യുവാണെങ്കിൽ ഇവിടെ പെട്രോളിനൊക്കെ 300 രൂപ വരും. അപ്പോൾ അതെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിൽക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ്. അതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ, എന്നെ ശ്രമിക്കുന്ന വ്യക്തികളുടെ സാമ്പത്തിക മേഖലയിൽ ഒരടി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് എന്താണ് എന്ന് ദൈവസന്നിധിയിൽ വ്യക്തമായിട്ട് ആലോചന എടുക്കാൻ പറ്റുമെങ്കിൽ, അതിനുള്ള വഴികളുണ്ടാകുമെങ്കിൽ അത് വിടുതലാകും. അങ്ങനെയുള്ളവരുമായിട്ട് ചേർന്ന് നിന്നാൽ അവരാണ് ശരിക്കും ഇടയന്മാർ. എന്ന് പറഞ്ഞാൽ ആടിൻ്റെ അവസ്ഥയനുസരിച്ച് ആടിനെ കൊണ്ട് നടക്കാനുള്ള ഇടയന്മാർ. ചുമ്മാ കിടന്ന് ഈ ബഹളം വെക്കുകയും വാലല്ല തലയാക്കുമെന്ന് വ്യവസ്ഥയില്ലാതെ പറയുന്നവന്മാരെ ഒന്നും ഇടയന്മാരായിട്ട് കൂട്ടണ്ട. അതൊക്കെ ചുമ്മാ വെറും കച്ചവടക്കാരാ, ലാഭം നോക്കി നടക്കുന്നവർ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി വിടുതലെടുക്കുവാൻ ദൈവം അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബാധ തങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ലോകത്തിൻ്റെ അധിപനായ പിശാചും അവൻ്റെ സൈന്യങ്ങളും ചേർന്ന് കൊണ്ടുവന്നതാണെങ്കിൽ, ആദ്യത്തേത് ഒന്ന് ദൈവം അനുവദിച്ചപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിരന്തരമായി പിശാച് കൊണ്ടുവന്നതാണെങ്കിൽ, അത് എവിടെയാണ് മാനസാന്തരപ്പെടേണ്ടത്, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുവാൻ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.